വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ചിന്താവിഷയം ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്ത്രീകളുടെ നമ്മുടെ മലയാളികളുടെ ഈ തുണി എടുക്കാൻ പോകുന്ന ഡ്രസ്സസ് എടുക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയാണ്. വലിയവരും ചെറിയവരും എല്ലാവരും ഡ്രസ്സസ് എടുക്കാൻ പോകുമ്പോൾ മാളുകളിൽ അവിടെ എല്ലാം കയറി ഓരോ ഡ്രസ്സുകൾ എടുക്കാൻ, സാരിയും ചുരിദാറും അതുപോലെ തന്നെ ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും എങ്ങനെയാണ് ഇവർ സെലക്ട് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ നമുക്കൊന്ന് വെറുതെ ഒന്ന് രസത്തിന് അനലൈസ് ചെയ്യാം. അപ്പം മിക്കവരും അവിടെ നമ്മൾ കയറി ചെല്ലുന്ന ഉടനെ വലിയ സിനിമാടിമാരും അല്ലെങ്കിൽ ഭയങ്കര മോഡൽസിൻ്റെയൊക്കെ അടിപൊളി സാരി ഉടുത്ത് നിൽക്കുന്ന ഫോട്ടോസും ചുരിദാർ ഇട്ടുകൊണ്ടിരിക്കുന്ന ഫോട്ടോസും അതുപോലെ തന്നെ മിടി ഇട്ടുകൊണ്ടിരിക്കുന്ന ഫോട്ടോസും അങ്ങനെ എല്ലാം പല പല സംഭവങ്ങൾ ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സംഭവം. അപ്പോൾ ഇവരൊക്കെ ഇവിടെ കയറി പോകുമ്പോഴത്തേക്ക് ഉദ്ദേശിക്കുന്നത് ഇതുപോലെ ഞാൻ ഡ്രസ്സ് ചെയ്ത് അല്ലെങ്കിൽ ഞാനിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് ഈ കയറി പോകുന്നത്. അപ്പോൾ അവിടെ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെല്ലാം അവിടെ നിന്നിട്ട് അപ്പോൾ അതുപോലെ അപ്പോൾ ഇതിനൊക്കെ പുറമേ ഒന്നീ അങ്ങറ്റത്തെ വില കൂടിയത് നോക്കും, എന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ ബാക്കി വരും. അല്ലെങ്കിൽ ഒട്ടും വിലയില്ലാത്ത സ്ഥലങ്ങളിൽ വില വളരെ കുറച്ച് ഒന്നിനൊന്ന് ഫ്രീ എന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര ആളാണ്. അപ്പോൾ ഇവിടെ പിള്ളേർ സെറ്റുകളും ഈ വലിയ ആൾക്കാരും എല്ലാവരും കൂടെ ഈ തള്ളാണ്. എന്നിട്ട് അകത്തോട്ട് കയറിയതിന് ശേഷം ഇവർ ഓരോന്നായിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യാനായിട്ട് നോക്കും. ഇപ്പോൾ പൈസ, അപ്പോൾ ഭർത്താക്കന്മാരവിടെ കൂടെ വരുന്ന ആരെങ്കിലും ആൾക്ക് ഭർത്താവ് അല്ലെങ്കിൽ കൂടെ വരുന്ന അസിസ്റ്റൻറ്റ് ആരെങ്കിലും ഒരാൾ അവിടെ വെറുതെ കുത്തി അവിടെ ഒരു സ്ഥലത്ത് ഇരിക്കും. എന്നിട്ട് ഇവർ ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്ത് തിരഞ്ഞ് പോകും. അപ്പോൾ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇപ്പോൾ അവിടെ നിൽക്കുന്ന ചില കടകളിലൊക്കെ ആണെങ്കിൽ അവർ ഓടിച്ചാടി വന്ന് കൂടെ വന്നിപ്പോൾ പിള്ളേർ വന്ന് എന്ത് ചെയ്യണം ഇതിങ്ങനെ അപ്പോൾ ഓരോന്നെടുത്ത് വയ്ക്കുമ്പോഴും അവരുടെ സ്ഥിരം ഡയലോഗുകളുണ്ട്. അതായത് ഇപ്പം മാഡത്തിന് നല്ല യോജിക്കുന്നു മാഡം, ഇടൂ മാഡം, നല്ലതാണ്, കണ്ടിട്ട് ഒരു നല്ല ലുക്കുണ്ട് മാഡം. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്തെടുത്തിട്ടാൽ ഇത് തന്നെ പറയും. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ഒരു 10 സാധനങ്ങൾ 10-20 സാധനങ്ങൾ അവിടെ നിന്ന് നോക്കുന്നതിനെല്ലാം ഇതുപോലെ ഓരോന്നൊക്കെ നോക്കിയിട്ട് എന്നിട്ട് പറയും ഇത് അവിടെ ടൈറ്റാണ്, ഇവിടെ ടൈറ്റാണ്, ബാക്ക് ടൈറ്റാണ്, ഫ്രണ്ടിൽ ഇങ്ങനെ കൂടുതൽ എക്സ്പോസ് ആയി പോകുന്നു, ബാക്ക് കുറഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ എക്സ്പോസ് ആയി പോകുന്നു. ഇങ്ങനെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളൊക്കെ ഇതെല്ലാം നോക്കിയതിന് ശേഷം ഏതെങ്കിലുമൊക്കെ എടുത്തിട്ട് ഈ തിരഞ്ഞിട്ട് തന്നെ പിന്നെയും വേണമെങ്കിലും എടുക്കും. അതാണ് അതിൻ്റെ വിറ്റ്. കൊള്ളില്ലാന്ന് പറഞ്ഞാൽ ആദ്യം മാറ്റിയിട്ടത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെയും പോയി എടുക്കും. അപ്പോൾ ഇങ്ങനെ ഭയങ്കര രസമുള്ളൊരു സംഭവമാണ് ഇത്. എന്നിട്ട് ഇതിൻ്റെ ബാക്കിയുണ്ട്. അപ്പോൾ അതായത് ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിച്ചിപ്പം ഏതെങ്കിലും വിശേഷങ്ങൾക്ക്, വിഷുവിനോ ഓണത്തിനോ അല്ലെങ്കിൽ ക്രിസ്മസിനോ ഒക്കെ വാങ്ങിക്കുന്നത് ഇവർ 1-2 പ്രാവശ്യം ഇട്ടതിന് ശേഷം ഇതെവിടെയെങ്കിലും ചുറ്റിക്കെട്ടിക്ക് അടുത്ത സാധനത്തിന് തിരഞ്ഞു പോകും. അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഇതുപോലെ എല്ലാ സാധനങ്ങളും ഇവിടെ ഈ വളരെ പൈസ കൂടിയ സാധനങ്ങളും എല്ലാം എടുത്തിട്ടും ആരും വെളിയിൽ ഇവിടെ നമ്മുടെ സ്ത്രീകളും അതുപോലെ തന്നെ കൊച്ചു പിള്ളേർ ഒഴിച്ച് തീരെ പൊടി പിള്ളേർ ഒഴിച്ച് ബാക്കി എല്ലാവരും ഒരു ഫാഷനും ഇല്ലാതെ ഒരു ചുരിദാർ കുത്തിപ്പിടിച്ച് അല്ലെങ്കിൽ സാരി എടുത്ത് ആണ് നടക്കുന്നത്. വീട്ടിലാണെങ്കിലും വീട്ടിലാണെങ്കിൽ മാക്സി മാത്രം, അതും കണ്ടാൽ നമുക്ക് കരച്ചിൽ വരുന്ന ഒരു മാക്സി മാത്രം ഇട്ടുകൊണ്ടാണ് ഇവർ വീട്ടിനകത്ത് നിൽക്കുന്നത്. മിക്കവരും 90% പേരും അങ്ങനെ തന്നെ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കണം. ഇവരുടെ ഡ്രസ്സിങ് സെൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറാണ്. ഒരാളും ഒരു ഫാഷനനുസരിച്ച് ഈ ഡ്രസ്സ് കടകളിലും എല്ലാം പോയി നോക്കുന്ന ആൾക്കാരൊന്നും ഒരു ഫാഷനനുസരിച്ച് ഒന്നും ഇടുന്നില്ലെന്നുള്ളതാണ്. നമ്മൾ വെളിയിൽ വെറുതെ ഒന്ന് ബസ്സിനകത്ത് കയറി നോക്ക്, അല്ലെങ്കിൽ നടന്നു പോകുന്നവർ നോക്ക്, ഇവരൊക്കെ ഫാഷൻ ഇതേപോലെ ഏതെങ്കിലും ഒരു സാരി വലിച്ചു വാരി ചുറ്റി അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ലോക്കൽ പോലെ ഇരിക്കുന്ന ഒരു ചുരിദാർ ഇട്ടാണ് ഭൂരിഭാഗം 90% നടക്കുന്നത്. പിന്നെ നമുക്കിതുപോലെ ഫാഷനിലൊക്കെ ആൾക്കാരെ കാണണമെങ്കിലോ ഇല്ല സിനിമയിൽ കാണാം, അല്ലെങ്കിൽ മോഡലിംഗ് കാണാൻ പറ്റും, വേറെ ആരും. എന്നിട്ട് ഇവർ ഈ വാങ്ങിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ കുറച്ച് ദിവസം ഒരു 1-2 എവിടെയെങ്കിലും കുത്തിക്കറ്റും. പൈസ ഉള്ളതനുസരിച്ച് ഈ വാങ്ങിക്കുന്നതിൻ്റെ അളവ് കൂടി വരും. പക്ഷേ യഥാർത്ഥത്തിൽ നല്ലൊരു രീതിയിലൊരു നല്ല ഭംഗിയായിട്ട് നടക്കാനോ ആർക്കും പറഞ്ഞുകൂടാ. ഇവർ വെറുതെ കാണുന്ന ഷോ. അപ്പോൾ അവരെ പോലെ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ ഈ മോഡലുകളെ പോലെ ഇരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഇരിക്കും എന്നൊക്കെ മനസ്സിലുള്ള ചിന്താഗതിയോടുകൂടിയാണ് കയറുന്നത്. എന്നിട്ട് ചിലരൊക്കെ കുറച്ച് മേക്കപ്പ് ഒഴിച്ച് വാരിയിട്ട് നമ്മൾ പ്രായത്തിനേക്കാളും കൂടുതൽ മേക്കപ്പ് ചെയ്ത് വൃത്തികേടാക്കി സ്കിന്നുമൊക്കെ കേടാക്കിയാണ് ഇരിക്കുന്നത്. നല്ലൊരു നല്ല രസമായിട്ട് കണ്ടാൽ നോക്കുന്ന രീതിയിലൊന്നും ഒരു പെൺകുട്ടികളും ചെയ്യുന്നില്ല.
ഒരു സ്ത്രീകളും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഈ പെൺകുട്ടികൾ തീരെ പൊടി പിള്ളേരും എല്ലാം വേണമെങ്കിൽ കുറച്ച് ദിവസം ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ അവരും ഇതൊക്കെ മതിയാക്കിയിട്ട് ഏതെങ്കിലും കുറേ സാധനം എടുത്ത് കുത്തിപ്പിടിച്ച് നടക്കുന്നതാണ്. അപ്പോൾ എന്തിനാണ് ഇത്രയും പൈസ കൊണ്ടുവന്ന് ഇതിനകത്ത് രാജ്യ സ്കെയിലിൽ കളയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഓരോ പ്രാവശ്യവും ഇതുപോലെ എന്തെങ്കിലും ഒരു വെക്കേഷൻ എന്ന് പറഞ്ഞ് പോകും. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഒരു 8,000 രൂപ 10,000 രൂപയുടെ മാക്സി വാങ്ങിക്കും, അല്ലെങ്കിൽ ചുരിദാർ വാങ്ങിക്കും, മാക്സി അല്ലെങ്കിൽ ചുരിദാർ വാങ്ങിക്കും, അല്ലെങ്കിൽ മറ്റേ ലാച്ച വാങ്ങി അതെങ്കിലും ഒരു സാധനം വാങ്ങിച്ചതിന് ശേഷം ഇത് ഒരു പ്രാവശ്യം വല്ലതും ഇട്ടിട്ട് എവിടെയെങ്കിലും എടുത്ത് ദൂരെ കളയും. അതുപോലെ ഇവർ എങ്ങനെയെന്ന് പറഞ്ഞാൽ ദേഹത്തിനത് യോജിക്കുമോ, അതായത് സുഖമാണോ ഇട്ടുകൊണ്ട് കിടക്കാൻ. ഡ്രസ്സസ്സൊക്കെ ഞാനാണെങ്കിൽ കയറി കഴിഞ്ഞാൽ 10-15 മിനിറ്റിനകത്ത് ഷർട്ടോ ജുബയോ അല്ലെങ്കിൽ എടുത്തുകൊണ്ട് ഇറങ്ങിയിരിക്കും. പാൻറ്റാണെങ്കിലും ഏതാണെങ്കിലും ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം 20 മിനിറ്റ് അതിനകത്ത് സാധനം ഒപ്പിച്ച് വെളിയിലിറങ്ങും. അപ്പോൾ ഇവർ നമ്മുടെ ബോഡിക്ക് ഈ ചൂടത്ത് ഇട്ടുകൊണ്ട് കിടക്കാൻ പറ്റുമോ, ഇതിന് കൂടുതൽ ഓവർ വെയിറ്റ് ആണോ, എവിടെയെങ്കിലും ഇതൊക്കെ തട്ടുന്നുണ്ടോ, ഈ ഒരുപാട് വർക്കൊക്കെ ഉള്ളതൊന്നും ഇട്ടുകൊണ്ട് നമുക്ക് കിടയിട്ട് നടക്കാനേ ഒക്കില്ല. അപ്പം അങ്ങനെ ഇതുപോലെ ബോഡിക്ക് ഇത് യോജിക്കുമോ, ഈ കളർ ഞങ്ങൾക്ക് ഇതാവുമോ, അല്ലെങ്കിൽ എൻ്റെ പ്രായം അനുസരിച്ചിട്ടുള്ളൊരു ഭംഗിയുണ്ടോ, അല്ലെങ്കിൽ ഭംഗിയുണ്ടോ അത് വരുന്ന ഒന്നും നോക്കുന്നില്ല. അത് വെറുതെ കുറച്ച് പൈസയും നോക്കി അവിടെ ചെന്ന് എന്തെങ്കിലുമൊക്കെ കുറേ കളറുകൾ ഷെയ്ഡ് അത് രസം ഇടയ്ക്കൊക്കെ കയറി പാസ്റ്റൽ ഷെയ്ഡ് മറ്റേ ഷെയ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെന്തോന്ന് എല്ലാം നോക്കിയാലും എല്ലാം ഒരുപോലെ തന്നെ ഇരിക്കും. അവസാനം ഇടയ്ക്ക് ഭയങ്കര രസം പറഞ്ഞാൽ ഈ ഓരോ ട്രെൻഡെന്ന് പറഞ്ഞിട്ട് ഓരോ കളർ ആദ്യം ഭയങ്കര ഡാർക്ക് കളർ ഇട്ട ട്രെൻഡായിരുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് മാറി ലൈറ്റ് കളർ. ഇത് എന്തിട്ടാലും ഇവരെ ഒന്നും ഈ വെളിയിൽ ഇതൊന്നും ഇട്ടിട്ടൊന്നും കാണാനായിട്ട് ഒരു ഭംഗി എനിക്ക് തോന്നുന്നില്ല. അപ്പം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ ആറ്റിറ്റ്യൂഡാണ് ഏറ്റവും ആവശ്യം. ഇവരുടെ മിക്ക സ്ത്രീകളുടെയും അല്ലെങ്കിൽ ഇതുപോലെ ജോലിക്ക് പോകുന്ന ആൾക്കാരുടെ എല്ലാം മുഖം നോക്കിക്കഴിഞ്ഞാൽ എന്തോ കണന്തൽ കുത്തിയ മുഖം പോലെയാണ് ഇരിക്കുന്നത്. ആർക്ക് എല്ലാവരും ചിരിക്കാൻ പോലും മറന്നുപോയ മുഖങ്ങളും അന്തം വിട്ട് എന്തോ ആരോ വാശി അല്ലെങ്കിൽ ദേഷ്യം ആ രീതിയിലാണ്. ഇവർക്ക് ഈ ആറ്റിറ്റ്യൂഡ് ഉള്ളവർക്ക് എങ്ങനെയാണ് ഭംഗി വരിക എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ വെളി രാജ്യങ്ങളിലൊക്കെ പലരും ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടാൽ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും. ഈ പറഞ്ഞതുപോലെ നമ്മുടെ നേപ്പാളിൽ അവിടെ നിന്നുള്ള പിള്ളേരൊക്കെ അവരുടെ ആറ്റിറ്റ്യൂഡൊക്കെ ഭൂരിഭാഗമായിട്ട് നല്ല രസമുള്ളൊരു ആറ്റിറ്റ്യൂഡ്. അങ്ങനെയൊന്നും ഇല്ലാതെ ഇവർ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു പേക്കോലം കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ലക്ഷക്കണക്കിന് രൂപ കൊണ്ടുവന്ന് ഓരോരോ കടകളിലും എല്ലാം കൊണ്ട് ഇതുപോലെയാണ് ഈ ആഭരണങ്ങളൊക്കെ അഡ്വർടൈസ്മെൻറ്റും. ഇല്ല ആനയ്ക്ക് മറ്റേ മസ്തകത്തിൽ ഇത് കെട്ടുന്ന പോലെ ആ സാധനം പോലത്തെ അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റാണ് ഈ കാണിക്കുന്നത്. ഇതൊക്കെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നല്ല ഭംഗിയുള്ള നൈസായിട്ടുള്ള ഒരു മാല ഇട്ടിട്ട് അതിനകത്തൊരു ഡയമണ്ട്, ചെറിയ ഡയമണ്ട് അല്ലെങ്കിൽ റൂബിയുള്ള ചെറിയത് ഇട്ടിട്ട് അതുപോലെ ചെറിയൊരു വളയും എല്ലാം ഇട്ട് കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം, എന്താണ് അതിൻ്റെ ഭംഗിക്ക് വേറെ ഒന്നിനോടും വരില്ല. അപ്പോൾ എന്തിനാണ് ഈ അപ്പോൾ അവർക്ക് കൂടുതൽ സ്വർണം വിറ്റ് പോകണോ, അല്ലെങ്കിൽ വലിയ തടിയൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാലേ കല്യാണത്തിന് ഇട്ടാലേ ഉറക്കം വരുള്ളതൊക്കെ ഉള്ള കണ്ടീഷനിലാണ് ഈ അവർ ചിലവാകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇവരവിടെ ചെന്ന് ഇതേപോലെയാണ് നമ്മുടെ മാളുകളിൽ കയറിയിട്ട് നമ്മുടെ സ്വർണ്ണക്കടകളിൽ കയറിയിട്ട് ഇവർ തിരയോടെ തിരയേക്കാൻ തരും. അവസാനം അത് പറഞ്ഞ് ഇത് പറഞ്ഞ് ഇതാണ് അവസാനം ചുരുക്കം പറഞ്ഞാൽ 10-30% പണിക്കൂലിയും കൊടുത്തിട്ട് ഒരു കാശിനും കൊള്ളാത്ത ഏതെങ്കിലും സാധനവും വാങ്ങിച്ച് വെളിയിച്ചാടും. ഇത് ഇങ്ങനെയാണ് ഇവരുടെ എല്ലാം ഇത്. അപ്പോൾ ഈ രൂപകളെല്ലാം പോകുന്ന എല്ലാം ഇതുപോലത്തെ ഇവർ ലാഭം മുഴുവനും ഈ നമ്മുടെ ഈ ടെക്സ്റ്റൈൽ നടത്തുന്നവർക്കും അതുപോലെ സ്വർണ്ണക്കടകൾ നടത്തുന്നവർക്കുമാണ്. എന്നാൽ ഇതൊക്കെ വെളിയിൽ നമ്മൾ ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ കാണാനായിട്ട് ഭംഗിയെങ്കിലും വേണ്ടേ, അതുമില്ല. അപ്പോൾ ഇവരുടെ ഒരു സെൻസ് ഓഫ് ഫാഷനാണ് ഏറ്റവും മാറാണ്. കാണാൻ നല്ല സ്റ്റൈലിൽ നടക്കുക. അത് നമ്മൾ കൂടുതൽ മെട്രോപൊളിറ്റൻ സിറ്റികളിലോട്ട് പോകുമ്പോൾ അങ്ങനെ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ബാംഗ്ലൂരോ അല്ലെങ്കിൽ ഡൽഹിയിലോ അങ്ങനെയൊക്കെ പോകുമ്പോൾ ബോംബെയിലൊക്കെ പോകുമ്പോൾ അങ്ങനെ വരുന്നുണ്ട്. അതേസമയം കേരളത്തിലാണ് ഈ കുഴപ്പം. ആൾക്കാർ ഈ പൈസയും കൊണ്ട് കളഞ്ഞിട്ട് ഒട്ടും ഭംഗിയില്ലാത്ത രീതിയിൽ നടക്കുന്നു. അത് കാണുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഇതുപോലത്തെ വീഡിയോകളൊക്കെ ഇടാനായിട്ട് തോന്നുന്നത്. കാരണം ഇവർക്കൊന്നും ഈ പൈസ കൊണ്ട് കളയുന്നതല്ലാതെ ഒരു ബ്യൂട്ടി സെൻസ് ഇല്ല എന്നുള്ളതാണ്. ബ്യൂട്ടി സെൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ശരിക്കും ആഭരണമാണെങ്കിലും അതുപോലെ തന്നെ ഈ പറഞ്ഞ മാതിരി ഈ നമ്മുടെ ഡ്രസ്സാണെങ്കിലൊക്കെ നല്ല ഭംഗിയുള്ളത് നോക്കി നമ്മൾ സെലക്ട് ചെയ്ത് അതിൻ്റെ വിലയോ അങ്ങനെ ഒന്നുമല്ല നോക്കാവുള്ളൂ. അത് ഇത് കുറച്ച് ലാസ്റ്റ് ചെയ്യുന്നതായിരിക്കണം, നല്ല ഭംഗിയുള്ളതായിരിക്കണം. അതുപോലെ ചെരുപ്പുകളും എല്ലാം ഇതുപോലെയാണ്. അങ്ങനത്തെ ഈ അവിടെ ഹീലിട്ടോ അങ്ങനെയൊക്കെ ഭയങ്കര മോഡൽസിലെല്ലാം കാണിക്കും. ഇവരവിടെ ചെന്ന് കുറേയൊക്കെ ഏതെങ്കിലും ഒരു സാധനം എടുത്തിട്ടുകൊണ്ടാണ് ഭൂരിഭാഗവും നടക്കുന്നത്. അപ്പോൾ ഈ പൈസയിലും അല്ല കാര്യം, ഇത് നമുക്ക് നല്ല യോജിക്കുന്നുണ്ടോ നല്ല ഭംഗിയുണ്ടോ എന്നാണ് നോക്കാനുള്ളത്. ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ആദ്യം വരാനുള്ളത്. അതുവേണ്ടി അതിനാണ് ഈ പറയാൻ കാരണം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ വിലയോ അങ്ങനെ ഒന്നുമല്ല, അതുപോലെ നമ്മൾ നടക്കുന്ന ആറ്റിറ്റ്യൂഡും ആവശ്യമാണ്. അപ്പോൾ ഈ ഭംഗിക്ക്
ഭംഗിയാണ് നോക്കാനുള്ളത് സാധനങ്ങളിൽ. എന്നാൽ ഭംഗി നമ്മുടെ ദേഹത്തിന് നല്ല യോജിക്കുമോ, നല്ല സുഖമായിട്ടൊക്കെ ഇടാൻ പറ്റുമോ, നല്ല കംഫർട്ടബിളാണോ എന്നാണ് നോക്കാനുള്ളത്. അല്ലാതെ ഈ പറഞ്ഞ മാതിരി ഈ പറഞ്ഞ പോലെ രൂപയോ അല്ലെങ്കിൽ ഇങ്ങനെ അവിടെ കയറി പോകുമ്പോൾ ഈ മോഡൽസിനെ അവരെയൊക്കെയാണ് നോക്കി ഇവർ ഇതുപോലെയൊക്കെയാണ് പറഞ്ഞതൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷേ സംഭവം എന്താണ്, ഇതൊന്നും ആരുടെ ദേഹത്തും കാണുന്നില്ല. ഞാൻ നോക്കിയിട്ട് ഇവർ ആരും ഇതുപോലെ നല്ല ഫാഷനബിളായിട്ടോ ഒന്നും നടക്കുന്നില്ല. ഇപ്പോൾ ആർക്കും വീട്ടിലൊക്കെ ആണെങ്കിൽ നടക്കണമെങ്കിൽ അതിനേക്കാളും കഷ്ടം. അപ്പോൾ അത് പോട്ട് പിന്നെ ഭർത്താവ് മാത്രമേ കാണുള്ളതോ വിചാരിക്കാൻ പറ്റും. ഈ വെളിയിലിറങ്ങിയാൽ ഇവർ നടക്കണത് തന്നെ. അതുപോലെ ഇവരുടെയൊക്കെ മുഖത്തൊന്നും ഒരു ചിരിയോ അല്ലെങ്കിൽ ഒരു ഇതോ ഒന്നും വരുന്നില്ല. എല്ലാം ഇപ്പം നിങ്ങൾ എവിടെയോ എടുത്ത് നോക്കും, ഏത് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും എവിടെ പോകുന്ന പെൺപിള്ളേരാണെങ്കിലും ആൺപിള്ളേരാണെങ്കിലും ഇതുപോലെയാണ്. പിന്നെ ഫാഷൻ കൂടുതലെന്ന് പറഞ്ഞാൽ ആണുങ്ങൾ ആൺപിള്ളേർ ഈ തലമുടിയുടെയൊക്കെ ഒരുപാട് അങ്ങനെ ഇങ്ങനെ ആക്കി കേടാവാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ കൊള്ളാം, അല്ലാത്ത കൊള്ളില്ല. അപ്പം ഈ വെറുതെ ഈ പറഞ്ഞ ഈ ആയിരക്കണക്കിന് രൂപ തുണികളിൽ കൊണ്ട് കിടന്നിട്ട് ഒരു ഭംഗിയില്ലാത്ത രീതിയിൽ നമ്മൾ മലയാളികൾ നടക്കുന്നു. ഇതാണ് ഇവിടെ ഇതുകൊണ്ടാണ് ഈ പറയാൻ കാരണം. അപ്പോൾ അതുകൊണ്ട് ഭംഗിയുള്ള രീതിയിൽ നടക്കുക. അത് പൈസ അതിൻ്റെ വിലയോ ഒന്നുമല്ല, കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കുക. അതുപോലെ വല്ലവർക്കും വേണ്ടിയിട്ട് ആർക്കാനും വേണ്ടി ഓർക്കാനിക്കാതിരിക്കുക, നമുക്ക് വേണ്ടി തന്നെ ഈ ഭംഗിയുണ്ടോ നോക്കുക. നമ്മുടെ കാലാവസ്ഥ, നമ്മുടെ ബോഡിയിലെ എല്ലാ രീതിയും ഇപ്പം ഞാനും ഇതുപോലെ ഒരു ബികോമിൻ്റെ ഒക്കെ പഠിക്കുന്നവരെ നമ്മൾ ഇതുപോലെയൊക്കെ പലരെയൊക്കെ അനുകരിച്ചുകൊണ്ടിരുന്നു. ആദ്യം ടൈറ്റ് പാൻറ് ഇട്ടു, അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ പിന്നെ ബെൽ ബോട്ടമായി, അത് കഴിഞ്ഞിട്ട് എലിഫൻറ്റ് ബോട്ടമായി, അതിലിടയ്ക്ക് കളറൊക്കെ വെച്ച് അടിക്കുന്ന ഇങ്ങനെ പലതുമൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊന്നുമല്ല ഫാഷൻ എന്ന് പറയുന്നത്. നമുക്ക് കാണാൻ രസം തോന്നണം, നമുക്ക് കംഫർട്ടബിളായിട്ടിരിക്കണം, ആരെയും നമ്മൾ അനുകരിക്കാൻ പാടില്ല. അതാണ് ആദ്യത്തെ കാര്യം. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഈ വെള്ള പോലെ യേശുദാസിട്ടുണ്ട്, അടുത്തവരൊക്കെ ഇട്ട് നടന്നിട്ടുണ്ട്. പിന്നെയാണ് വെച്ചാൽ ഇതൊന്നും കാര്യമില്ല. അപ്പം ഞാൻ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം എനിക്കിഷ്ടമുള്ള ദേഹത്ത് ഇടങ്ങുന്ന കംഫർട്ടബിൾ കൂടെ ആയിട്ടുള്ള വേഷമേ ഇടുള്ളൂ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാരും അങ്ങനെ ഇട്ട് തുടങ്ങി. അപ്പോൾ അതുപോലെ നമ്മൾ ഇതുപോലെ വല്ലവരെ അനുകരിക്കാതെ നമുക്ക് നല്ല ഭംഗിയുള്ളത് നോക്കി ഇടാൻ നോക്കണം. അതാണ് ഏറ്റവും നല്ലത്. ഈ പറഞ്ഞ പോലെ ചുമ്മാ ഉള്ള മാളിൽ, അതുപോലെ ഇന്നലെ അക്ഷയ തൃതീയ എന്നൊക്കെ പറഞ്ഞ് ഇവരൊക്കെ ഓരോ ദിവസങ്ങളിങ്ങനെ ഉണ്ടാക്കുന്നതാണ്. സ്വർണ്ണം ചിലവാകാനുള്ള വേലകളാണ്. അപ്പോൾ അതായത് അന്ന് സ്വർണ്ണം വാങ്ങിച്ചാൽ പിന്നെ നിങ്ങൾ എന്നും സ്വർണ്ണം വാങ്ങിക്കല്ലേ, ഭയങ്കര ഭാഗ്യം വരുമെന്നൊക്കെയാണ്. ഈ അക്ഷയ തൃതീയയിൽ കഴിഞ്ഞ വർഷം സ്വർണ്ണം വാങ്ങിച്ചവർക്ക് ഈ വർഷം എത്ര ഭാഗ്യം കിട്ടിയെന്ന് അവർ നോക്കിയാൽ അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ പൈസയോടെ പോയി കിട്ടിയെന്നുള്ളതാണ്. അല്ലെങ്കിൽ സ്വർണ്ണം നോർമലി വാങ്ങിച്ച് ഏത് ദിവസം വാങ്ങിച്ചാലും പിന്നെ കൊടുത്താൽ ഇത് വില കൂടുകയാണെങ്കിൽ കൂടുതൽ തന്നെ കിട്ടും. അത് അക്ഷയ തൃതീയ. അപ്പോൾ ഇതൊക്കെ ചുമ്മാ അവരുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രങ്ങളാണ്. നിങ്ങളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്ന എല്ലാ ഇതാണ്. ഈ മതത്തിൻ്റെ അകത്ത്, റിലീജിയൻ്റെ അകത്ത് എല്ലാം ഇതുകൊണ്ട് കയറ്റിയതിന് ശേഷം അവരത് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ അക്ഷയ തൃതീയൊന്നും പണ്ടൊരു 10 വർഷം മുമ്പൊന്നും ഇവിടെ ആരും കേട്ടിട്ട് പോലുമില്ല. അപ്പോൾ ഇതൊക്കെ ഓരോ മാർക്കറ്റിംഗ് തന്ത്രങ്ങളിൽ അവർ ഇറക്കിയിട്ട് കൂടുതൽ അവരുടെ സാധനങ്ങൾ ചിലവാകാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സംഭവങ്ങളാണ് ഇതെല്ലാം. അതിൽ എല്ലാവരും പോയി വീഴുന്നു എന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ പ്രയോജനങ്ങളൊക്കെ നിങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞ് അനലൈസ് ചെയ്യുള്ളൂ. നിങ്ങൾ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം അക്ഷയ തൃതീയക്ക് സ്വർണ്ണം വാങ്ങിച്ചു, പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങളൊന്ന് കണക്കൂട്ടുക. അപ്പം അറിയാം എന്ത് സംഭവിച്ചു, എന്ത് ഗുണമുണ്ടായിരുന്നു. ഇതേപോലെ എല്ലാ കാര്യങ്ങളും വല്ലവരും കാണിക്കുന്നതിന് അനുകരിച്ച് നമ്മൾ ചെയ്യാൻ നോക്കുമ്പോൾ നമ്മൾ പോയി ഉഗ്രം വെട്ടിലാണ് വീഴുന്നത്. എന്തിനാണ് ഈ വേണ്ടാത്ത കാര്യത്തിലൊക്കെ പോയി പൈസ കളഞ്ഞ് ഇതൊക്കെ ഒരുപാട് ഇതുപോലെ പ്രശ്നങ്ങളിലോട്ട് ചാടിപ്പോയവരും കഷ്ടപ്പെടുന്നവരും എന്നും കഷ്ടപ്പാടിൽ ജീവിക്കുന്നവരും ഇഷ്ടംപോലുണ്ട്. പട്ടിണി എന്നല്ല, അല്ലാതെ ബാക്കി ടെൻഷൻ അടിച്ചും കാര്യങ്ങളടിച്ചും ഒക്കെ പോകുന്നവർ ഒരുപാട് പേരുണ്ട്. ഇത് പലതും നമ്മൾ നമ്മളിത് കോപ്പി അടിക്കുന്നതിൻ്റെ പ്രശ്നങ്ങളാണ് ഈ പ്രശ്നം. സിനിമയിൽ പണ്ട് നായകൻ സേർട്ട് വലിച്ചാലേ നായകൻ പൗരുഷം വരുള്ളൂ, വെള്ളം അടിച്ചാലേ വരുള്ളൂ. അപ്പോൾ അത് കണ്ട് സേർട്ട് വലിച്ചവർ ഒരുപാടുണ്ട്, ദേഹം കേടാക്കിയവർ ഒരുപാട് പേരുണ്ട്. ഇന്നും ഇതുപോലെ വെള്ളമടി എല്ലാ സീനുകളും കാണിക്കും, വെള്ളം അടിച്ചാലേ എന്തെങ്കിലും നിങ്ങൾക്ക് നല്ല ധീരകൃത്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് കാണിക്കുന്ന സിനിമകളാണ് ഒരുപാട്. അപ്പോൾ ഇങ്ങനത്തെ ഇതെല്ലാം കണ്ട് നമ്മൾ അനുകരിക്കുന്നതാണ് പ്രശ്നം. അതുപോലെ തന്നെ ഈ ഫാഷൻ കാര്യങ്ങളും ടെക്സ്റ്റൈലിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് യോജിക്കുന്നത്, നിങ്ങൾക്ക് നല്ല ഭംഗി തോന്നുന്നതും അതുപോലെ തന്നെ നമ്മളിത് ഓപ്പോസിറ്റ് സെക്സിനെയാണ് അതായത് മെയിലിനെ അല്ലെങ്കിൽ ഫീമെയിലിലെ ഓപ്പോസിറ്റ് സെക്സിനെയാണ് നമുക്ക് അട്രാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഡ്രസ്സുകളെല്ലാം നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പ്രൊട്ടക്ഷൻ വേണ്ടി അങ്ങനെയൊക്കെ അവിടെ നമുക്ക് പറയാം, ചൂട് തണുപ്പ് ഇതൊക്കെ നമ്മുടെ ബോഡിയിലെ പ്രൊട്ടക്ഷൻ. എനിവേ, അപ്പോൾ ഈ നിങ്ങൾ ഭംഗി ഉദ്ദേശിക്കുന്ന ചൂട് തണുപ്പൊക്കെ പൊട്ടിക്കാൻ നിങ്ങൾ എടുത്തിട്ടാണ് അതിനകത്ത് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഭംഗിക്കാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യാനുള്ള എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് യോജിക്കുന്നത് നല്ല രീതിയിലുള്ളത് വേണം നോക്കാൻ. കോഡ്
ഒരു കോൾ വന്നുകൊണ്ടാണ് ഇടയ്ക്ക് കട്ടായി പോയത്. പേഷ്യൻസ് ഒക്കെ വിളിക്കും ഇങ്ങനെ. അപ്പം ഇതുപോലെ നമ്മൾ ആർക്കാനും വേണ്ടി ഓർക്കാനിക്കാതെ നമുക്ക് തന്നെ ഒരു ഒരു സംസ്കാരം, നമുക്ക് തന്നെ ഒരു നമ്മുടെ തന്നെ ഭംഗി, അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത്, അല്ലെങ്കിൽ നമ്മുടെ അതിന് യോജിച്ച സാധനങ്ങൾ നമ്മൾ എപ്പോഴും എടുക്കുക. വല്ലവരും ചെയ്യുന്നത് കണ്ട് അനുകരിക്കാൻ പാടില്ല, ഇതെല്ലാം പറ്റും. അങ്ങനെ പോകരുത്. അതാണ് ഈ പ്രശ്നങ്ങൾ. അത്രയും നമ്മൾ ഞാനിവിടെ ഒരു ഭംഗിയായിട്ട് നടക്കുന്ന ആരെയും സ്ത്രീകളാണെങ്കിലും അതുപോലെ പെരുമാറ്റ രീതിയിലാണെങ്കിലും ഒക്കെ ഭയങ്കരമായിട്ട് അവരെല്ലാം ഭയങ്കരമായിട്ട് വളരെ മാറി നിന്ന് സംസാരിക്കും പോലെ അങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. ഇങ്ങനെയൊക്കെ പോയി കഴിയുമ്പോൾ ഒരു മനുഷ്യനെന്നുള്ളൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അതൊന്നും വരുന്നില്ല. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.